ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ ഇങ്ങ് എത്താറായില്ലേ? അപ്പോൾ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാട ബ്ലൗസ് എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷനാണ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ മെറ്റീരിയൽ ബ്രൊക്കേഡ് മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലാണ്. കറക്റ്റ് ബ്രൊക്കേഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. 3 മീറ്റർ ക്ലോത്താണ് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫ്ലീറ്റ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഈ സ്കേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കേർട്ടിന് നല്ല വീതി ഉള്ളതുകൊണ്ട് ബാലൻസ് തുണിയിൽ നമുക്ക് വേറൊരു ടോപ്പ് കൂടി നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. വീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത്. 4-5 ഫോൾഡായിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കുറക്കുക. അതായത് പട്ടയുടെ വീതി കുറച്ചതിന് ശേഷം ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എക്സ്ട്രാ എടുക്കുക. താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. താഴെ ഭാഗത്തായിട്ട് അത്ര ഫിനിഷിംഗ് ഇല്ലാത്ത ബോർഡർ ആയതുകൊണ്ടിട്ട് താഴെ ജസ്റ്റ് ഒരു മടക്കി സ്റ്റിച്ച് ചെയ്തുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ തലത്തും കൂടി കൂട്ടി എടുക്കുക. പിന്നെ നമുക്ക് അരപ്പട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബെൽറ്റ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടും നമുക്ക് മെറ്റീരിയൽ ഇതേപോലെ മടക്കിയിടാം. അതിനുശേഷം വീതി 5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കേണ്ടത്. വീതി 5 ഇഞ്ച് കൊടുക്കുക. പിന്നെ അരഭാഗത്തെ വണ്ണം എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ 2ആയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടേക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ പകുതി എടുത്ത് അതിനോട് കൂടി എക്സ്ട്രാ ഇത്തിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഹുക്കൊക്കെ പിടിപ്പിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് അത് മടക്കി സ്റ്റിച്ച് ചെയ്യാനെടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ട് തുണി കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ. അതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പോർഷനാണ് കേട്ടോ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്കേർട്ട് പോർഷൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അധികം ഫിനിഷിംഗ് ഇല്ലാത്ത തേരുവശമായതുകൊണ്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അരവണ്ണം എത്രയാണോ അരവണ്ണത്തിനോട് കൂടി ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇച്ചിരി കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അയൺ ചെയ്ത് കൂടി കൊടുക്കണം. എന്നാൽ മാത്രമേ ഫ്ലീറ്റ്സ് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. തയ്ച്ചതിന് ശേഷം നമുക്ക് അളവുകൾ കറക്റ്റാണെന്ന് നോക്കാം. അപ്പോൾ ലൈനിങ് തുണി നമുക്ക് അതേ മെഷർമെൻറ്റിൽ തന്നെ ഫ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായി മെയിൻ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനു മുമ്പായിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിലും ലൈനിങ് ക്ലോത്തിൻ്റെയും 2 ഭാഗത്തും 2 സൈഡിലുമായിട്ടും നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നൂല് വലിയാൻ സാധ്യതയുണ്ട്. അതിന് ശേഷമാണ് ഞാൻ അരഭാഗത്തായിട്ട് ലൈനിങ് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അരയിലുള്ള ബെൽറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. സ്കേർട്ടിൻ്റെ അരഭാഗത്തുള്ള ബെൽറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ലൈനിങ്ങിലും മെയിൻ ക്ലോത്തിലും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്തായിട്ട് നമുക്ക് 4 വശത്തും ഒന്ന് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തിലേക്ക് ഈ പട്ട എങ്ങനെയാണ് അടിച്ച് പിടിപ്പിക്കണതെന്ന് നമുക്ക് നോക്കാം. ഈ പട്ട ഞാൻ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നല്ല ഭാഗം നമ്മുടെ മെയിൻ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തിൻ്റെ ചീത്ത ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരറ്റത്തുനിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ നമുക്കൊന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഈ അറ്റം എത്തുമ്പോഴേക്കും നമ്മൾ മറ്റേ പട്ടയുടെ കുറച്ച് ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചില്ല, അതേപോലെ തന്നെ ഈ ഭാഗത്തും അതേപോലെ തന്നെ നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നിവർത്തി വെച്ചതിന് ശേഷം പട്ടയുടെ മറ്റേ ഭാഗം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാനിവിടെ ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്തെ സ്റ്റിച്ചുകളെല്ലാം ഒന്ന് കാണാതെ, തുണിയൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ പട്ടയുടെ മറ്റേ അറ്റം ഇതിൻ്റെ മേളിലായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ മേളിലായിട്ട് വെച്ച് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അരപ്പട്ട നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്കേർട്ടിൻ്റെ ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ആദ്യം തന്നെ നമ്മൾ മെയിൻ ക്ലോത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരു 5 ഇഞ്ച് താഴേക്ക് നീക്കി, ആ ബെൽറ്റ് ഇടുന്നതിൻ്റെ 5 ഇഞ്ച് താഴേക്ക് നീക്കി വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് ലൈനിങ് ക്ലോത്തും സ്റ്റിച്ച് ചെയ്യാം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരഭാഗത്തെ ഹുക്കും അയ്യും കൂടി പിടിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഗൻസ മെറ്റീരിയലിൽ സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ക്രേപ്പ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. ലൈനിങ്ങിലാണ് കേട്ടോ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ചാണ്. നമുക്കൊരു ക്രോപ്പ് ടോപ്പ് മോഡലാണ് കേട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് 9.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 9.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്കൊരു 2.5 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തെ 1/2 ഇഞ്ചും താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ചും കൂടി നമുക്ക് എക്സ്ട്രാ കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ മാർക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഷോൾഡറാണ്. ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് 12 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അത്യാവശ്യം വൈഡായിട്ടുള്ള നെക്കാണ് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യണം. അതായത് നമ്മൾ 12 ഇഞ്ചാണ് വരുന്നത്. 12 ഇഞ്ചിൻ്റെ പകുതി 6 ഇഞ്ച്, 6 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ചാണ് നോർമലി നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇത് 1 ഇഞ്ച് കുറക്കണം. 6 ഇഞ്ചിൻ്റെ 1 ഇഞ്ച് കുറച്ച് 5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്കൊരു എൽ ഷേപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു എൽ ഷേപ്പിൽ വരച്ച് കൊടുക്കാം. നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ 4 ഭാഗത്തിനോട് കൂടി ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണത്തിനോട് കൂടി 2 ഇഞ്ച് തന്നെ എക്സ്ട്രാ തയ്യൽ തുമ്പ് ചേർത്ത് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കിങ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നെക്കാണ് ഞാൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പറിലാണ് നെക്ക് ഞാൻ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല, കാണിച്ചിട്ടില്ല. നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടുന്നതിലാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ബ്ലൗസിൽ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേളിലായിട്ട് മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കുക. മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം മേളിൽ വരത്തക്ക രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ലൈനിങ് ക്ലോത്തിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും ക്യാൻവാസ് പേപ്പറിൻ്റെയും സെൻറ്റർ ഭാഗം
കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് ഒന്ന് സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് ക്യാൻവാസ് പേപ്പറിൽ തൊടാത്ത രീതിയിൽ നമുക്ക് സൈഡിലൂടെ നെക്കിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസ് പേപ്പർ ഇളകാതെ നമുക്ക് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കൊന്ന് മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഓർഗൻസ മെറ്റീരിയൽ ആയത് കാരണം ഇളകി ക്ലോത്തുമായിട്ട് വേർപെട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ചില ചുളുക്കലുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ക്യാൻവാസ് പേപ്പറിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം സൈഡിലൂടെ സ്റ്റിച്ചിങ്ങിലൊന്നും കട്ട് വീഴാതെ നമുക്കൊന്ന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. നെക്ക് അടിക്കുമ്പോഴത്തേനും നമുക്ക് ചുളിവുകളൊന്നും വരാതെ നെക്ക് ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് വീഴാതെ ക്യാൻവാസ് പേപ്പറിൻ്റെ മുകളിലൂടെ വേണം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ക്യാൻവാസ് പേപ്പർ ബാക്കിലേക്ക് മടക്കി വെച്ചിട്ട് വേണമെന്നാണെങ്കിൽ നമുക്ക് അരികിലൂടെ ഒന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് ഫിനിഷാക്കി എടുത്താൽ മാത്രം മതി. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് ചെയ്തെടുക്കാം. ബാക്ക് വശമാണ് ഞാൻ ആദ്യം ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ നമുക്കൊന്ന് ഫ്രണ്ട് ഭാഗവും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ക്യാൻവാസ് പേപ്പർ നമുക്ക് ഒന്നെങ്കിൽ ഹെം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ ലൈനിങ് ക്ലോത്തിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ താഴെ ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഞാൻ അതേപോലെ തന്നെ താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് വശം നമ്മൾ ഹുക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടുക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹുക്ക് കൊളുത്തിയിടാൻ വേണ്ടിയിട്ടുള്ള പീസും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ്ലെസ് ആയിട്ടാണ് ടോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഞാനിവിടെ ക്രോസ് പീസ് എടുത്തിട്ട് സ്ലീവും ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഞാൻ ക്രോസ് പീസ് വെച്ച് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ബ്ലൗസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് അളവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു പട്ടുപാവാട ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ആരുടെ അളവിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതും. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോഴത്തേനും നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യാനായിട്ട്. പൾസ് ബൈ ആശി എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരും. അതിൽ കൂടുതൽ മോഡൽസ് കിഡ്സ് ഫ്രോക്കിൻ്റെ ആണെങ്കിലും നൈറ്റ് ഫ്രോക്കിൻ്റെ ആണെങ്കിലും കൂടുതൽ മോഡൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യണം. ഏത് മോഡലുള്ള ഡ്രസ്സാണെങ്കിൽ പോലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ചെയ്തു തരുന്നതാണ്. ഏത് മോഡലുള്ള ഡ്രസ്സാണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. കോൺടാക്റ്റ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.